സ്പൈൻ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ നിർദ്ദേശിച്ചിട്ട് സർജറീനെ പേടിച്ചിട്ട് കുറേ ആൾക്കാർ വീട്ടിലിരിക്കുന്നുണ്ട്. അവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഒരിക്കലും ഒരു ഡോക്ടർ വെറുതെ സർജറി നിർദ്ദേശിക്കില്ല. കാരണം അത്രയും വേദന ആളുകൾക്ക് ഉണ്ടാവാം. അല്ലെങ്കിൽ ആളുടെ ഞരമ്പുകൾക്ക് അത്രയും ഡാമേജ് വരാനുള്ള ഒരു കണ്ടീഷനിലൊക്കെ ആയിരിക്കാം ഡോക്ടർ സർജറി നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ സ്പൈൻ സർജറിയുടെ സക്സസ് റേറ്റും അതിൻ്റെ ഗുണങ്ങളും പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ സർജറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാനുള്ളത്. അതിൽ ഏറ്റവും ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സ്, ഉദാഹരണത്തിന് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി, അപ്പോൾ അത് ഏറ്റവും കോംപ്ലിക്കേഷൻ കുറഞ്ഞ ടെക്നിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പെട്ടെന്ന് തന്നെ നോർമൽ ലൈഫിലോട്ട് വരാനും നമ്മുടെ ആക്ടിവിറ്റി മുന്നോട്ട് കൊണ്ടുപോകാനും ഹെൽത്തി ആയിട്ടിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. സർജറി ഡിലേ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോണിന്റെ ഹെൽത്ത് പോകും, പിന്നെ നമ്മുടെ ഞരമ്പിന്റെ ഹെൽത്ത് പോകും. അപ്പോൾ വൺസ് ഇത് പോയി കഴിഞ്ഞാൽ, ഞരമ്പൊക്കെ ഒന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും അത് റിവേഴ്സിബിൾ അല്ല. അപ്പോൾ ഒരു ഡോക്ടർ സർജറി നിർദ്ദേശിച്ച് കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യുന്നതും അത് ഒരുപാട് കാലം കൊണ്ട് കടന്നിട്ട് വീണ്ടും ചെയ്യുന്നതും തമ്മിൽ റിസൾട്ടിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. അപ്പോൾ മുമ്പ് പറഞ്ഞിരിക്കുന്ന ആ റിസൾട്ട് ചിലപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ആൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. മാത്രമല്ല നമ്മളുടെ ഹെൽത്ത്, ഒരു 50 വയസ്സിൽ സർജറി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് അനസ്തേഷ്യ കൊടുക്കാൻ ഇതിനൊക്കെ ആൾക്ക് ഹെൽത്തി ആയിരിക്കാം. ബട്ട് ഒരു 10-20 ഇയേഴ്സ് കഴിഞ്ഞാൽ ആളുടെ ഹെൽത്ത് ചിലപ്പോൾ ഒരു അനസ്തേഷ്യ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലായിരിക്കണം എന്നില്ല. സോ നമ്മുടെ എപ്പോഴാണോ ഡോക്ടർ സർജറി അഡ്വൈസ് ചെയ്യുന്നത് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഞരമ്പുകൾ എന്നുള്ളത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. സോ വൺസ് ഒരു നെർവ് ഡെഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ തിരിച്ച് കിട്ടില്ല. അപ്പോൾ കാലിലോട്ട് തരിപ്പ് വന്നു കഴിഞ്ഞാൽ കുറേ കാലമായിട്ടുള്ള തരിപ്പ് ചിലപ്പോൾ സർജറി കഴിഞ്ഞാലും മാറില്ല. അതുപോലെ തന്നെയാണ് ബലക്കുറവ്, ചിലപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിക്കവർ ആയില്ല. അപ്പോൾ നെർവിന് ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അത് സർജറി പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്ക് മസിൽസിന്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ബാക്ക് പെയിൻ, ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റിക്കവർ ചാൻസസ് കൂടുതലാണ്.